പഠിപ്പിച്ച നാടാണ് നമ്മുടെ നാട്. സമ്പൂർണ്ണ സാക്ഷരതാ പ്രവർത്തനം 90-91 കാലത്ത് 1990-91 കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ 10-35 കൊല്ലം മുമ്പ് കേരളത്തിലെ ഓരോ വീട്ടിലും കയറിയിട്ട് എഴുത്തും വായന അറിയാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് അവരെ എഴുത്തും വായനയും പഠിപ്പിച്ച നാടാണ് നമ്മുടെ നാട്. എഴുതാനും വായിക്കാനും കഴിയുന്നത് ഭാഗ്യം ഭാഗ്യം, തന്നെത്താൻ എഴുന്നേറ്റ് നടക്കുന്നത് ഭാഗ്യം ഭാഗ്യം. ആഫീസിലപേക്ഷ കൊടുക്കാൻ പത്രത്തിലെ വാർത്തകൾ അറിയാൻ കത്തെഴുതാൻ വായിക്കാനും അക്ഷരമൊരു ചങ്ങാതി. എഴുതാനും വായിക്കാനും കഴിയുന്നത് ഭാഗ്യം ഭാഗ്യം, തന്നെത്താൻ എഴുന്നേറ്റ് നടക്കുന്നത് ഭാഗ്യം ഭാഗ്യം. പാത്തുമ്മക്കുട്ടിക്ക് എഴുത്തും വായന അറിഞ്ഞ ദിവസം പെരുന്നാളായിരുന്നു. അതുവരെ ആ കുട്ടിക്ക് കല്യാണം കഴിച്ച ഭർത്താവ് ഗൾഫിൽ നിന്ന് അയക്കുന്ന കത്ത് സ്വകാര്യമായി പാത്തുമ്മക്കുട്ടിയോട് എന്തൊക്കെയോ സ്വകാര്യം പറയുന്ന കത്ത് പാത്തുമ്മക്കുട്ടിക്ക് വായിക്കാൻ അറിയില്ല. എന്തൊരു സങ്കടം ആലോചിക്കട്ടെ. എന്നിട്ടോ തൊട്ടടുത്ത വീട്ടിലെ കൂട്ടുകാരോട് പറയും ഒന്നിന് വായിച്ചു തരുക. ആലോചിക്കട്ടെ സങ്കടം. അപ്പൊ പാത്തുമ്മക്കുട്ടി വായിക്കുന്നതിന് മുമ്പേ പാത്തുമ്മക്കുട്ടി മാത്രം അറിയേണ്ടുന്ന രഹസ്യങ്ങളും സുഖകരമായ വാർത്തകൾ ആരാദ്യം അറിയുന്നത്? പാത്തുമ്മക്കുട്ടിയുടെ കൂട്ടുകാരി അറിയുന്നു അല്ലേ? അപ്പൊ പാത്തുമ്മക്കുട്ടിക്ക് എഴുത്തും വായനയും പഠിച്ചു. പാത്തുമ്മക്കുട്ടിക്ക് പെരുന്നാളല്ലോ, അക്ഷരം പഠിച്ചറിഞ്ഞിരുന്നാളല്ലോ അല്ലേ? അങ്ങനെ എഴുത്തും വായനയും പഠിപ്പിച്ച നാട്, ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ നടന്ന, ഈ വീട് ഇല്ലാത്തവർക്കെല്ലാം വീട് കിട്ടുന്ന ഒരു നാട് അല്ലേ? എല്ലാ വീട്ടിലും വൈദ്യുതി ഉള്ള ഒരു നാട്, ശിശു മരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ ഒരു നാട്, എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കെല്ലാം ഭക്ഷണം സൗജന്യമായിട്ട് കൊടുക്കുന്ന, പാഠപുസ്തകങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കുന്ന, യൂണിഫോം സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു നാട്. എന്തൊരു നാടാണ് നമ്മുടെ നാട് അല്ലേ? ഇത്ര നല്ലൊരു സുന്ദരമായ നാട്. ഈ നാട് ഇങ്ങനെയൊക്കെ ആയി മാറിയ ഈ സൗന്ദര്യമൊക്കെ കാണുമ്പോഴും അതിന്റെ ഉള്ളിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിച്ചെന്നാൽ ഒരുപാട് ജീർണതകൾ, അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മുടെ ഒക്കെ ഇടയിലുണ്ട്. അതിനെ കൂടി ഇല്ലാതാക്കി ഈ സാഹിത്യത്തിന്റെ, കലയുടെ ഈ വഴികളിലൂടെ, സംസ്കാരത്തിന്റെ വഴികളിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചാൽ നമ്മുടെ നാട്ടിലെ, നമ്മുടെ നമ്മുടെ എല്ലാ മനസ്സിലുള്ള വൃത്തികേടുകളെല്ലാം കഴുകി വെളുപ്പിച്ച് സുന്ദരമാക്കി നമ്മുടെ നാടിനെ കൂടുതൽ സൗന്ദര്യമുള്ളതാക്കി മാറ്റാൻ സാധിക്കും. മറ്റ് ഒരുപാട് കാര്യങ്ങളിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. നമുക്ക് ഏറ്റവും പ്രധാനം, നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് 7 മേഖലകളായി തിരിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സുകളാണ്. ആ ക്ലാസ്സുകളിലൂടെ പിന്നെ നിങ്ങളെ ഒരുപാട് കവിതകൾ പഠിപ്പിക്കും, ഒരുപാട് കഥകൾ എഴുതാൻ, കവിതകൾ എഴുതാൻ, അതുപോലെ നാടൻപാട്ട്, ഇങ്ങനെ പല കലയുടെയും സാഹിത്യത്തിന്റെയും ലോകത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇവിടെ പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളുണ്ട്. നമുക്കത് ആസ്വദിക്കുകയാണ് വേണ്ടത്. മറ്റു വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഞാൻ ഈ സർഗോത്സവം, തലശ്ശേരി നോർത്ത് സബ് ജില്ലയുടെ സർഗോത്സവം, രാമേന്ദ്ര മാഷ് എന്നെ വിടുകയില്ല, എല്ലാവരും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂടിയാണ്. രാമേന്ദ്ര മാഷ് നല്ല കവിയാണ്, ഒരുപാട് കവിതകൾ. അദ്ദേഹത്തിന്റെ ഒരു കവിതക്ക് തളിപ്പറമ്പിൽ നിന്ന് ജില്ലാതലത്തിൽ സമ്മാനം കിട്ടുന്നത് ഇങ്ങനെ അനൗൺസ് ചെയ്യുമ്പോ ഞാൻ അടുത്തുണ്ടായിരുന്നു. മാഷ് കൊടുത്തിട്ട് സമ്മാനം വാങ്ങുന്നത് കാണും. ഞാൻ എന്റെ പോകുന്നതാണ് വാങ്ങിയത്. അങ്ങനെ ഒരുപാട് നല്ല എഴുത്തുകാരുണ്ട്.